بسم الله الرحمن الرحيم. أفمن يتقي بوجهه سوء العذاب يوم القيامة وقيل للظالمين ذوقوا ما كنتم تكسبون كذب الذين من قبلهم فأتاهم العذاب من حيث لا يشعرون فأذاقهم الله الخزي في الحياة الدنيا ولعذاب الآخرة أكبر لو كانوا يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1600 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن يتق بوجهه سوء العذاب يوم القيامة وقيل للظالمين ذوقوا ما كنتم تكسبون كذب الذين من قبلهم فأتاهم العذاب من حيث لا يشعرون فأذاقهم الله الخزي في الحياة الدنيا ولعذاب الآخرة أكبر لو كانوا يعلمون. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അവന് വിധേയപ്പെടുന്നതിന് മനസ്സിനെ, ഹൃദയത്തിന് വിശാലതയുള്ളതാക്കി കൊടുത്ത ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രകാശത്തിലാണ്. ആ പ്രകാശം പ്രവേശിക്കാത്തത് കാരണമായും നിലപാടുകളിലെ വക്രത കാരണമായും ഹൃദയം കഠിനമായി പോയ ആളുകൾ, കഠിന ഹൃദയരായി മാറിയ ആളുകൾ, അത് കാരണമായി അള്ളാഹുവിനെ സ്മരിക്കാൻ കൂട്ടാക്കാത്തവരായി മാറിയ ആളുകൾ, അവരാണ് പിഴച്ച മാർഗത്തിലുള്ളവര്. ഉലൈക ഫീ ളലാലിൻ മുബീൻ എന്നാണ് അള്ളാഹു നമ്മൾ പിന്നിട്ട ആയത്തുകളുടെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഏറ്റവും ഉത്തമമായ ഭാഷണമാണ് അള്ളാഹു വേദഗ്രന്ഥം എന്ന നിലക്ക് തനിക്ക് വിധേയപ്പെടുന്ന ആളുകൾക്കുള്ള മാർഗദർശനം ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലെ ആശയങ്ങള് ഓരോ ഭാഗവും മറ്റു ഭാഗങ്ങൾക്കുള്ള പിൻബലമാകുന്ന വിധത്തില് സദൃശങ്ങളാണ്. അതുപോലെ ആവർത്തിച്ച് കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വിധത്തില് ആ ശൈലിയിലുള്ളതാണ് ഈ അഹ്സനുൽ ഹദീസ് ആയിട്ടുള്ള കിതാബ്. അത് കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ ഹൃദയങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന, ഹൃദയങ്ങളെ വളരെ ലോലമാക്കി മാറ്റുന്ന, അവരുടെ ചർമ്മങ്ങളിൽ അവർക്ക് അതിന്റെ രോമാഞ്ചം അനുഭവപ്പെടുന്ന വിധത്തിലുള്ള ഒരു സംഗതിയായിട്ടായിരിക്കും ഉണ്ടാവുക. അവര് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് നിരന്തരമായി പരിശ്രമിക്കുന്ന ആളുകളും ആയിരിക്കും. അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിരന്തരമായി ആവർത്തിച്ച് എത്തുക എന്നതാണ് അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യം. അള്ളാഹു എന്നാൽ ഈ വിധത്തില് സന്മാർഗം നൽകിയിട്ടില്ലാത്ത ആളുകൾ, പിഴച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാമെന്ന് വെച്ച ആളുകൾ, അവരുടെ കാര്യത്തിൽ
അവരെ മാർഗദർശനം ചെയ്യുന്നവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നുകൂടി കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ അവസാനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 3 ആയത്തുകൾ, 24 മുതൽ 26 വരെയുള്ള ഈ ആയത്തുകൾ വരുന്നത്. മുകളില് ആയത്തിൽ വിവരിച്ച അള്ളാഹു ഹൃദയവിശാലത ഉണ്ടാക്കി കൊടുത്തത് കാരണമായി അള്ളാഹുവിന് വിധേയപ്പെടാൻ, അവന് കീഴ്പ്പെടാൻ സന്നദ്ധരായ ആളുകൾ അവരുടെ നിലപാടുകളും അവര് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ കേൾക്കാൻ ഇടയാകുമ്പോൾ അവരിൽ അത് ഉളവാക്കുന്ന പ്രതികരണവുമൊക്കെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം മറ്റൊരു അവസ്ഥയിലുള്ള ഒരാളെ അള്ളാഹു പരാമർശിക്കുകയാണ്. എന്നിട്ട് ഒരു ചോദ്യം ഉന്നയിക്കുന്ന പോലെയാണ് ഇന്ന് ഞാൻ വായിച്ചു വെച്ച ആദ്യത്തെ ആയത്തിന്റെ ഘടന. അഫമൻ യത്തഖി ബി വജ്ഹിഹി സൂഅൽ അദാബ് യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ വളരെ കടുത്ത, വളരെ ദുരന്തപൂർണമായ ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാള്, അത് സ്വന്തം മുഖത്ത് തന്നെ ആ പ്രഹരം ഏൽക്കേണ്ടി വരുന്ന ഒരാള്, എത്ര പരിതാപകരമായിരിക്കും അയാളുടെ അവസ്ഥ? അല്ലെങ്കിൽ അയാൾ മുകളിൽ വിവരിച്ച സൗഭാഗ്യവാനായ ആളെ പോലെ ആകുമോ എന്ന ഒരു ചോദ്യ രീതിയിലാണ് ഈ ആയത്തിന്റെ തുടക്കം. അഫമൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുവൻ എന്ന ഒരു എക്സ്പ്രഷൻ മാത്രമാണത്. അതിൽ അതിന്റെ ബാക്കി ആശയം നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. മുഖത്ത് പ്രഹരം ഏൽക്കേണ്ടി വരുന്ന, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ശിക്ഷയുടെ പ്രഹരം, കടുത്ത പ്രഹരം മുഖത്ത് തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാൾ മുകളിൽ പറഞ്ഞ പോലെയുള്ള ഒരാളെ പോലെ ആകുമോ എന്ന് വേണമെങ്കിലും മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളില് ശിക്ഷയുടെ പ്രഹരം സ്വന്തം മുഖത്ത് തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ എത്ര പരിതാപകരമായതായിരിക്കും എന്നൊരാശ്ചര്യം പ്രകടിപ്പിക്കലാവാം. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ അള്ളാഹു ഈ ആയത്തിൽ പകർന്നു നൽകുന്നത്. പക്ഷെ അത് വായനക്കാരന് ഈ ആയത്തിന്റെ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പൂർണ്ണമായ സന്ദേശം മനസ്സിലാക്കാവുന്നതാണ്. അതിന് ചില ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ ചിലതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയുണ്ടായത്. അള്ളാഹു ഒരു ചോദ്യ രൂപത്തിലാണത് ഈ ആയത്തിന് അതിന്റെ തുടക്കം നിശ്ചയിച്ചിട്ടുള്ളത്. അഫമൻ യത്തഖി ബി വജ്ഹിഹി. യത്തഖി ബി വജ്ഹിഹി എന്ന് പറഞ്ഞ സ്വന്തം മുഖത്തെ കൊണ്ട് നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ് നേരിടേണ്ടി വരുന്നത്? സൂഅൽ അദാബ്, ഏറ്റവും ദൗർഭാഗ്യകരമായ വിധത്തിലുള്ള ശിക്ഷ. യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഒരാള് ആ നാളിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്വന്തം മുഖത്ത് തന്നെയാണ്, ആ പ്രഹരം ഏൽക്കേണ്ടി വരുന്നത് എന്നൊരവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഒരാള് തീർത്തും ഡിഫെൻസ്ലെസ് ആയി മാറുമ്പോൾ, ഒരു നിലക്കും പ്രതിരോധം സാധ്യമല്ലാത്ത വിധത്തിലുള്ള ദൗർബല്യത്തിന്റെ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയുടെ ഒരു സ്റ്റേറ്റസിലാവുമ്പോഴാണ് ഒരാളെ മുഖത്ത് തന്നെ പ്രഹരിക്കാൻ സാധിക്കും. ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ രണ്ടുപേര് പരസ്പരം അടിപിടിയോ ഏറ്റുമുട്ടലോ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ മുഖത്ത് ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മുഖത്ത് പ്രഹരം ഏൽപ്പിക്കപ്പെടുന്നത് രണ്ടുപേരും പരമാവധി ഒഴിവാക്കാൻ, പരമാവധി ചെറുക്കാൻ ശ്രമിക്കും. ശരീരത്തിന്റെ വേറെ ഏത് ഭാഗത്ത് പ്രഹരം ഏൽക്കുന്നതിനേക്കാളും പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയായിട്ട് മുഖത്ത് പ്രഹരം ഏൽക്കുന്നത് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ മുഖത്ത് പ്രഹരം ഏൽക്കാതിരിക്കാൻ എല്ലാവരും വലിയ കരുതലും ശ്രദ്ധയും ഒക്കെ കാണിക്കും.
എന്നാൽ ഇവിടെ ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിസ്സഹായാവസ്ഥയിലാണ് ഓരോരുത്തരും അവിടെ ഉണ്ടാവുക. ഒരു പ്രതിരോധവും സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയാണ്. ആ ഒരു ദൈന്യതയുള്ള അവസ്ഥയാണ് ഈ മുഖത്ത് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കാര്യം പറയുന്നതിലൂടെ അള്ളാഹു സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അഫമൻ യത്തഖി ബിവജ്ഹിഹി, ഒരാള് തന്റെ മുഖത്ത് തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു, അല്ലെങ്കിൽ മുഖം കൊണ്ട് പ്രതിരോധിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയാം. ഇത്തഖ എന്നത് തഖ്വ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാക്കിന്റെ വേറൊരു രൂപമാണത്. ആ വാക്കിന്റെ തന്നെ വേറൊരു രൂപമാണ്. തഖ്വ എന്ന ആ വാക്കിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. ഒരാൾ സൂക്ഷിക്കുകയാണ് സ്വന്തം മുഖത്തെ എന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മത കാണിച്ചത് കൊണ്ടോ പ്രതിരോധം തീർത്തത് കൊണ്ടോ അയാളുടെ മുഖം സുരക്ഷിതമായി എന്നല്ല, മുഖം സുരക്ഷിതമല്ലാതാവുകയാണ്. കാരണം ചെറുത്ത് നിൽപ്പിന് ശ്രമിച്ചാൽ പോലും ഒരു ഫലവും ഇല്ലാത്ത വിധത്തിലുള്ള സൂഉൽ അദാബാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളില് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അത് എത്ര ദയനീയമായ, എത്ര പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഒരാളും മുകളിൽ വിവരിക്കപ്പെട്ട അഹ്സനുൽ ഹദീസിന്റെ ഗുണം നേടി അള്ളാഹുവിന്റെ മാർഗദർശനത്തിന്റെ പ്രകാശം പ്രയോജനപ്പെടുത്തി ജീവിച്ച ഒരാളും അള്ളാഹുവിന്റെ ആയാത്തുകൾ കേൾക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിന്റെ വലിയ ഗുണം നേടുകയും ചെയ്ത ഒരാളും ഇവിടെ വിവരിക്കപ്പെടുന്ന മുഖം കൊണ്ട് വളരെ അപമാനകരമായ ശിക്ഷയെ പ്രതിരോധിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരാളും ഒരുപോലെയാകുമോ എന്ന ഒരു തലത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ ആളുടെ അവസ്ഥ മുഖം കൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെ ശിക്ഷയെ നേരിടേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്, എത്ര ദയനീയമാണ് എന്നൊക്കെയുള്ള വിധത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അഫമൻ യത്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ. ആ ഘട്ടത്തിൽ വഖീല ലിൽളാലിമീൻ, ലാലിമുകളോടായിട്ട് പറയപ്പെടുകയാണ്, അതിക്രമകാരികളായിട്ട് ജീവിച്ച അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരാവാതെ ലുൽമിന്റെ വഴിയിലൂടെ നീങ്ങിയ ആളുകൾ ആ ഘട്ടത്തിൽ കേൾക്കേണ്ടി വരുന്നത്, അവരോടായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: ദൂഖൂ മാ കുൻതും തക്സിബൂൻ, നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരുന്നതൊക്കെയും തന്നെ നിങ്ങൾ അനുഭവിച്ചോളൂ, ഇന്ന് ആസ്വദിച്ചോളൂ എന്നാണ്. കസബ എന്ന വാക്കാണ് ഇവിടെ. തക്സിബൂൻ എന്നതിന്റെ ഒരു റൂട്ട് വേർഡായിട്ട് കസബ. കസബ എന്ന് പറഞ്ഞാൽ നേടുക, സമ്പാദിക്കുക, പ്രയത്നത്തിലൂടെ ഒരാള് നേടിയെടുക്കുക എന്നതൊക്കെയാണ്. ജീവിത അവസരം എല്ലാവർക്കും അല്ലാഹു അങ്ങനെ ഒരു അവസരം നൽകിയിട്ടുണ്ടല്ലോ, ജീവിതം എന്ന ഒരവസരം. അത് പല വിഭവങ്ങളും കഴിവുകളും അതുപോലെ പല നിലക്കുള്ള പ്രാവീണ്യവും ഒക്കെ നൽകപ്പെട്ട ആളുകളാണ്. ഈ അവസരവും കഴിവുകളും വിഭവങ്ങളും അതുപോലെ പ്രാവീണ്യവും ഒക്കെ, പല മേഖലയിലുമുള്ള പ്രാവീണ്യവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരാള് തന്റെ ആയുഷ്കാലം കൊണ്ട് എന്താണോ നേടിയിട്ടുള്ളത് അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ആസ്വദിച്ചോളൂ എന്നാണ് ധിക്കാരികളും അക്രമകാരികളുമായിരുന്ന ആളുകളോട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. ലാലിമുകളോട് പറയപ്പെടുന്നത് അതാണ്. ലാലിമ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്, വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും വലിയ ലുൽമായിട്ട് ഖുർആൻ വിവരിക്കുന്നത് ശിർക്കാണ്. അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോടൊപ്പം പലരെയും ദിവ്യത്വത്തിൽ പങ്കാളികളായി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു സംഗതിയെയാണ് ഇന്ന ശിർക്ക ലുൽമുൻ അളീം എന്ന് ഖുർആൻ പറയുന്ന കാണാം. അപ്പൊ ശിർക്കാണ് ഏറ്റവും വലിയ ലുൽമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ ധിക്കരിക്കലും അനുസരണക്കേട് കാണിക്കലും അള്ളാഹുവിന് വിധേയപ്പെടാതിരിക്കലും ഒക്കെ തന്നെ അതിന്റെ പല രൂപങ്ങളുമാണ്. ഒരാളുടെ മനസ്സിന് അയാളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനും അള്ളാഹുവിന് വിധേയപ്പെടുന്നതിനും പകരം സ്വന്തം ഇച്ഛകളെയാണ് ഒരാൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊക്കെ തന്നെയും
ഈ ലുൽമിന്റെ പല വിധത്തിലുള്ള രൂപങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റുള്ളവരോട് ചെയ്യുന്ന അന്യായവും അക്രമവും അനീതിയും ഒക്കെ ഈ ലുൽമിന്റെ ഭാഗമായിട്ട് തന്നെ കാണാം. അപ്പൊ ലാലിമുകളോടായിട്ട് ആ ഘട്ടത്തിൽ വഖീലലിൽ ലാലിമീന, ലാലിമുകളോടായിട്ട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ്. ദൂഖൂ മാ കുൻതും തക്സിബൂൻ. ഒരിക്കലും തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന, നമുക്ക് ആനന്ദം പകരുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഈ അതിക്രമകാരികളായ ആളുകളോട് ഇങ്ങനെ ഒരു സംഗതി പറയപ്പെടുന്നത്. അവർക്ക് അള്ളാഹു നൽകിയ ജീവിതം എന്ന അവസരം പാഴാക്കി കളഞ്ഞവരാണ്. അള്ളാഹു നൽകിയ വിഭവങ്ങളെ ഒരു പ്രയോജനവുമില്ലാത്ത വിധത്തിൽ ഉപയോഗപ്പെടുത്തിയവരാണ്. അള്ളാഹു നൽകിയ സർഗാത്മകവും മറ്റുമായ കഴിവുകളെയൊക്കെ തന്നെ, അവരുടെ നൈപുണ്യങ്ങളെയൊക്കെ തന്നെ പാരത്രിക ലോകത്തേക്ക് ഒരു നിലക്കും ഉപകാരപ്പെടുന്ന വിധത്തിലല്ലാതെ ഉപയോഗപ്പെടുത്തിയ ആളുകളാണ്. അത്തരം ആളുകളുടെ സമ്പാദ്യം എന്ന് പറയുന്നത്, അവര് സമ്പാദിച്ചു വെച്ചത് എന്ന് പറയുന്നത് ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളില് വട്ടപൂജ്യമായിരിക്കും. അവർക്ക് യാതൊന്നും പ്രയോജനം ചെയ്യുന്ന വിധത്തിലാവുകയില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തുന്ന വിധത്തിലുള്ള സമ്പാദ്യങ്ങളായിരിക്കും അവർക്ക് അന്ന് അവകാശപ്പെടാനായി ഉണ്ടാവുക. അപ്പൊ ആ ലാലിമുകളോട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത് ദൂഖൂ മാ കുൻതും തക്സിബൂൻ, നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടായിരുന്ന, നിങ്ങൾ ഒരു കൂട്ടി വെച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നേടിയിട്ടുണ്ടായിരുന്ന സംഗതികളൊക്കെയും തന്നെ ഇപ്പോ വേണ്ട വിധം ആസ്വദിച്ചോളൂ എന്നതാണ്. ഇത് വളരെ വ്യക്തമായിട്ടും അവരെ പരിഹസിക്കലാണ്, അവരെ മാനഹാനിപ്പെടുത്തുന്ന വിധത്തിൽ, അവരെ പ്രതിരോധമില്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പരിഹാസമാണ് എന്നത് കാണാൻ കഴിയും. കദബല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഒരു നയവും നിലപാടും ഒക്കെ ആയിട്ട് ജീവിച്ച ആളുകള് ചരിത്രത്തില് ആദ്യമായിട്ട് ഇവരൊന്നുമല്ല. ഇവർക്ക് മുമ്പും കദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള പലരും, പല സമൂഹങ്ങളും പല വ്യക്തികളും തന്നെ നിഷേധികളായിട്ടുണ്ട്. ഇവര് ആദ്യമായിട്ട് നിഷേധത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയവരല്ല. കദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പും ഒരുപാട് കൂട്ടര് നിഷേധികളായിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട്, അതുപോലെ സത്യവിരോധികളായി മാറിയിട്ടുണ്ട്. ഫതാഹുമുൽ അദാബു, അങ്ങനെ അവരെ തേടി ശിക്ഷ എത്തുകയുണ്ടായി. ഇവരെ മാത്രമല്ല, ഇവരുടെ പൂർവികരായിട്ട് നിഷേധികളായി നിലകൊണ്ട ആളുകളെ തേടിയും അവരുടെ ശിക്ഷ വന്നു. ഫതാഹുമുൽ അദാബു, അവരിലേക്കായിട്ട് അവർക്കുള്ള ശിക്ഷ എത്തുകയുണ്ടായി. എങ്ങനെയാണ്? മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവരൊരു നിലക്കും നനച്ചിട്ടില്ലാത്ത, കരുതിയിട്ടില്ലാത്ത ഭാഗങ്ങളിലായിട്ട്, അവരൊരിക്കലും ഊഹിച്ചിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നോ ഇടങ്ങളിൽ നിന്നോ വശങ്ങളിൽ നിന്നോ ഒക്കെ ആയിട്ടാണ് അവരെ തേടി അവരുടെ ശിക്ഷ വരികയുണ്ടായത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ ആളുകളുടെ കാര്യത്തിൽ അവര് ശിക്ഷ മുഖത്ത് തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒട്ടും നനച്ചിരിക്കാതെ, ഒരു മുൻകരുതലും തയ്യാറെടുപ്പും ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ അവര് പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിൽ നിന്നായിട്ട് ശിക്ഷ അവരെ പൊതിയുകയാണ്. ലാലിമുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശിക്ഷയുടെ ഒരു സ്വഭാവമാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. അപ്പൊ ഈ ലാലിമുകളുടെ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഒരു നിലക്കുമുള്ള ചെറുത്തുനിൽപ്പോ പ്രതിരോധമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. മുഖത്ത് പ്രഹരമേൽക്കേണ്ടി വരുന്ന വിധത്തിലാണ് അവര് ആ സന്ദർഭത്തിൽ ഉണ്ടാവുക. അപ്പോ ഇവർക്ക് മുമ്പ് നിഷേധികളായി മാറിയിരുന്നവരും ഇതേ അനുഭവം തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അവര് പ്രതീക്ഷിക്കാത്ത വിധത്തില്, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നായി ശിക്ഷ അവരെ പിടികൂടുന്നു. ഫഅദാഖഹുമുല്ലാഹു, അങ്ങനെ അള്ളാഹു അവരെ രുചിപ്പിക്കുന്നു, അള്ളാഹു അവരെ ആസ്വദിപ്പിക്കുന്നു. അൽ ഖിസിയ ഫിൽ ഹയാത്തി ദുനിയ,
ഈ ഭൗതിക ലോകത്ത് തന്നെ അവർക്ക് വലിയ നിന്ദ്യതയാണ് അള്ളാഹു ആസ്വദിപ്പിക്കുന്നത്. ഹയാത്തു ദുന്യയിൽ തന്നെ അവർക്ക് നിന്ദ്യതയും മാനഹാനിയും അപമാനകരമായ ജീവിതാവസ്ഥയും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. വല അദാബുൽ ആഖിറത്തി അക്ബർ, പാരത്രിക ലോകത്തെ ശിക്ഷ അതിനേക്കാൾ ഏറെ കടുപ്പമുള്ളതാണ്, അക്ബറാണത്. ലൗ കാനു യഅലമൂൻ, ഈ കാര്യം അവര് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു തുറന്നു പറയുന്നത്. അവരിലൊരു പുനരാലോചന ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇക്കാര്യം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അവർക്കറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ഒരു കാര്യം കൂടി അള്ളാഹു ചേർത്ത് പറയുകയാണ്. അതിനു വേണ്ടിയാണ് അള്ളാഹു ഈ ആയാത്തുകൾ മനുഷ്യരെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതിനോട് സമാനതയുള്ള ധാരാളം ആയാത്തുകൾ കാണാൻ കഴിയും. ഈ വിധത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന, പാരത്രിക ലോകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മിൽ ഭയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരല്ലാത്ത, അക്രമത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയ, സ്വന്തം ജീവിതം തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനുള്ള ഒരു വഴിയായി, ഒരു സരണിയായി സ്വീകരിച്ച ആളുകൾ, അവർക്ക് അള്ളാഹുവിനോടുള്ള ധിക്കാരവും അക്രമവും ഒക്കെ ചെയ്യുന്നവരായി നിലകൊള്ളുന്ന അവസ്ഥയിൽ ഭൂമുഖത്ത് ഒരാളോടും ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരാകാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരാൾക്കാണ് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോടും സഹജീവികളോടും സ്വന്തം വർഗത്തിൽപ്പെട്ടവരോടും ഒക്കെ നീതിയും നന്മയും ഗുണകാംക്ഷയും ഒക്കെയുള്ള ഒരു നിലപാടും ആ നിലക്കുള്ള പ്രവർത്തനവും ഒക്കെ ചെയ്യാൻ സാധിക്കുക. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന നിഷേധികളായ ആളുകൾക്ക് ഒരിക്കലും തന്നെ ഭൂമുഖത്ത് സ്വന്തം വർഗത്തിൽപ്പെട്ടവരോടും അതുപോലെ ഇതര ജീവജാലങ്ങളോടും ഒന്നും തന്നെ, ഒരു പ്രകൃതിയോട് പോലും ഒരു നിലക്കും നീതിയോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോ ഗുണകാംക്ഷയോ കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അവർ അക്രമികളായിട്ട് തന്നെയാണ് ആ അവസ്ഥയിൽ തുടരുന്നുണ്ടാവുക. അവർ ചെയ്യുന്നത് എന്തും തന്നെ ഈ ളുൽമിന്റെ സ്വഭാവമുള്ള വിധത്തിലായിരിക്കും. അവർ ഉദ്ദേശിച്ചോളണമെന്നില്ല, ഉദ്ദേശിക്കാതെ തന്നെ പലപ്പോഴും അവരുടെ കർമ്മങ്ങൾ ളുൽമിന്റെ സ്വഭാവമുള്ളതായിട്ട് മാറും എന്നതാണ് വസ്തുത. എന്നാൽ അതൊക്കെയും കണക്ക് തീർത്ത് അവർക്ക് പ്രതിഫലമായിട്ട് നൽകപ്പെടും. നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ഒക്കെ ഫലം ഈ നാളിൽ വേണ്ട വിധം ആസ്വദിച്ചോളൂ എന്നാണ് അവരോട് ആ ഘട്ടത്തിൽ പറയപ്പെടുക. അള്ളാഹു അവർക്ക് ഭൗതിക ലോകത്ത് വലിയ നിന്ദ്യത ആസ്വദിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ തിരിച്ചറിയാതിരിക്കുക എന്നതും അല്ലെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുന്നതും ഒക്കെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന്റെ ഒരു അവസ്ഥ പരിഗണിക്കുമ്പോൾ വലിയ നിന്ദ്യതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രാതികൂല്യങ്ങളെ നേരിടേണ്ടി വരുമ്പോഴും അള്ളാഹുവിന് വിധേയപ്പെട്ട ഒരാളുടെ മനസ്സ് അനുഭവിക്കുന്ന ഒരു ശാന്തതയും അതുപോലെ സംതൃപ്തിയും ഒക്കെ ഉണ്ട്. അതാണ് ഒരാൾക്ക് ഏറ്റവും വലിയ ഔന്നത്യം നൽകുന്ന കാര്യം. അള്ളാഹുവിന് വിധേയപ്പെട്ട ആൾക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കും. സാമ്പത്തികമായി ഞെരുക്കവും അതുപോലെ സമൂഹത്തിൽ ഒറ്റപ്പെടല് ഒക്കെ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിന് വിധേയപ്പെട്ട ആളാണെങ്കിൽ അയാളുടെ മനസ്സിൽ അനുഭവിക്കുന്നത് അവാച്യമായ, വിവരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മനഃശാന്തിയും സമാധാനവും ആനന്ദവും ഒക്കെയാണ്. അത് പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അനുഭവിച്ചറിയാൻ മാത്രം കഴിയുന്ന ഒരു കാര്യമാണത്. അതിന്റെ ചില റിഫ്ലക്ഷൻസ് ഒക്കെ നമുക്ക് അയാളുടെ മുഖത്തും പെരുമാറ്റത്തിലും ഒക്കെ കാണാൻ സാധിച്ചു എന്ന് വരും. അപ്പോ നിഷേധികളായി അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരാവാത്ത ആളുകൾ ഭൗതിക ലോകത്ത് അനുഭവിക്കുന്ന നിന്ദ്യത എന്താണ് എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതും വലിയ അളവോളം അവരുടെ മനസ്സുകളിൽ അവർ അനുഭവിക്കുന്ന ഇടുക്കവും
അതുപോലെ മനസ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും അസംതൃപ്തിയും അസമാധാനവും ഒക്കെ ആയിരിക്കും വലിയൊരു അളവില് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ നേരിടില്ല എന്നല്ല, തീർച്ചയായിട്ടും അതുണ്ടാകും. അത് കൂടാതെ അവർ വളരെ സന്തോഷത്തിലാണ് എന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന അവസ്ഥയിൽ പോലും അവർ വലിയ മാനസികമായ സംഘർഷവും അതുപോലെ ഇടുക്കവും നിന്ദ്യതയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളെ മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നത് നമ്മൾ ശരിയായ ട്രാക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ശരിയായതല്ലാത്ത ട്രാക്കിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ അതിന്റെ അസ്വസ്ഥതയും സംഘർഷവും നമ്മൾ നിരന്തരം അനുഭവിക്കുന്നുണ്ടാവും. ഈ ഒരു കാര്യം നമുക്ക് ഭൗതിക ലോകത്ത് അള്ളാഹു അവരെ ഖിസി അനുഭവിപ്പിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അതാണല്ലോ നമ്മൾ ഇവിടെ വായിച്ചത്. അവരെ വലിയ നിന്ദ്യത അള്ളാഹു അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ. ഈ നിന്ദ്യത പലപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നതാവണം എന്നില്ല. അവർ ആന്തരികമായി മനസ്സിന്റെ തലത്തിൽ അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരുതരം നിന്ദ്യതയുണ്ട്. ആ നിന്ദ്യത അവരിൽ നിന്ന് ഒരിക്കലും തന്നെ വിട്ടുമാറുകയില്ല. ആ നിന്ദ്യതയുടെ സകല ദൂഷ്യവും അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഹീനമായ എല്ലാ പ്രയാസകരമായ സംഗതികളും അവര് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സുമറിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുകയുണ്ടായിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.